സ്തോത്രം. ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും, ഏത് വേദനയുടെ കാലഘട്ടത്തിലും ആമേൻ നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവേ, അവൻ ഒരാഴ്ച പോലും എന്നോട് സംസാരിക്കാതിരിക്കരുത്. ആമേൻ. 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ആമേൻ. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ ജയിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ പുതിയ എണ്ണയുടെ തലത്തെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം. ആമേൻ. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ആമേൻ, ചരിത്രത്തിലേക്ക് പോകാനും സമയമില്ല. ദാവീദാണ് എഴുതിയത് എന്നാണ് വേദപണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായമെങ്കിലും 10 നാളുകൾക്ക് വേണ്ടി വായിക്കുന്ന സങ്കീർത്തനമാണ്. ആമേൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിന്റെ ദാസന്മാർ എഴുതിയ സങ്കീർത്തനം നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരാൻ ദൈവം എന്തെല്ലാം വലിയ മുഖാന്തരങ്ങളിലൂടെയാണ് ഇത് എത്തിച്ചെന്നറിയാമോ? സ്തോത്രം. ഞാനിത് പകൽ ഓർപ്പിക്കുന്നത്, ആമേൻ, ഒരു ദിവസം പോലും ദൈവത്തിന്റെ മക്കൾ ദൈവവചനം ധ്യാനിക്കാതിരിക്കരുത്, ദൈവവചനം വായിക്കാതിരിക്കരുത്. സ്തോത്രം. ലോകത്തിൽ നാം വായിക്കുമ്പോൾ നമ്മെ തിരിച്ചു വായിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. മംഗളം വായിക്കാം, മനോരമ വായിക്കാം, ആമേൻ, രാഷ്ട്രദീപിക വായിക്കാം. ഏത് വായിച്ചാലും വാർത്ത കൊണ്ട് അവൻ അവിടെ കൊണ്ട് തീരും, ചുരുട്ടി മടക്കി എറിയുവാനേ കഴിയത്തുള്ളൂ. പക്ഷേ നാം പുസ്തകത്തെ, തിരുവെഴുത്തിനെ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തിരിച്ച് നമ്മെ വായിക്കുന്ന ഉലകത്തിലെ ഒരേ ഒരു പുസ്തകം ആമേൻ ഈ തിരുവെഴുത്തും മാത്രമാണ്. അതിനാൽ ഞാൻ ദൈവത്തിന് പകരം സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ജോലിക്ക് പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കണം, സ്കൂളിൽ പോകുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കണം, വീട്ടിലിരിക്കുന്ന ശ്രദ്ധിക്കണം. നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് ആമേൻ ഈ പുസ്തകത്തിനകത്ത് ഒരു അധ്യായം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുത്തു വേണം ഈ 2025 മുതൽ നിങ്ങൾ യാത്ര തുടങ്ങുവാനായിട്ട്. വചനത്താൽ ദൈവം നമ്മളെ സമ്പന്നരാക്കട്ടെ. പല സഭകളും ചത്തു കിടക്കുമ്പോൾ പല സഭകൾക്കകത്തും പലരും മൃതാവസ്ഥയിലിരിക്കുമ്പോൾ ദൈവസഭയെ, ദൈവമക്കളെ കർത്താവ് ആത്മാവിൽ ചാർജാക്കിയതിനായി ഇന്ന് മകൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. 2025 ഈ തുടക്കം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി സഭയ്ക്കകത്ത് ദൈവം ആരംഭം കുറിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. മേൽക്കുമേൽ ദൈവത്തിന്റെ സഭ അനുഗ്രഹം പ്രാപിക്കപ്പെടാൻ പോകുകയാണ്. കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. കുടുംബങ്ങൾ നന്മ കടന്നു വരാൻ പോകുകയാണ്. ആത്മാവ് ഇന്ന് മകൻ ഇടപെടുന്നു. ചിലർക്ക് തണലാകേണ്ടതിന് ചില ആവണക്കുകളെ ദൈവം കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ചൂടിനകത്ത, നിന്റെ വേദനയ്ക്കകത്ത, നിന്റെ പ്രശ്നത്തിനകത്ത, നിന്റെ സങ്കടത്തിനകത്ത, നിന്റെ ഒറ്റപ്പെടലിനകത്ത അവൻ ദൈവം ചില ആവണക്കുകളെ നിനക്ക് വേണ്ടി മുളപ്പിക്കുന്ന ഒരു 2025 അവൻ നിന്റെ ജീവിതത്തിൽ ദൈവം അവന് ഉദിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞോണം കേട്ടോ. ദൈവവചനത്തോട് പ്രതികരിച്ചോണം. ഹല്ലേലൂയ. ഭാഗമോടെ നീക്കട്ടെ, കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചക ശബ്ദമായി നിനവെ പട്ടണത്തിലേക്ക് കടന്നുപോയി, അനുസരണക്കേട് കാണിച്ചു, ദൈവം ക്ഷമിച്ചു, നിനവെ പട്ടണത്തിൽ കൊണ്ടുവിട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എവിടെയാണോ കൊണ്ടിട്ടത് ഭക്തന് വേണ്ടി അവിടെ നിൽക്കാൻ ദൈവം ഒരു സ്പേസും കൂടെ ഒരുക്കി. ആമേൻ. ശാലോമോളെ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും നാം നിലനിൽക്കപ്പെടാൻ ദൈവം നമുക്കൊരു സ്പേസ് ഒരുക്കി തരും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില പ്രാർത്ഥനകളുടെ മറുപടി അവൻ അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ അവൻ പൈതലെ നിന്റെ മടിയിലേക്ക് തരാൻ സമയങ്ങൾ വിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറഞ്ഞ അവൻ പ്രിയ പൈതലെ അവൻ ആത്മാവിന്റെയും ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നീ എന്തെല്ലാം പ്രാർത്ഥിച്ചോ അതെല്ലാം നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള ഭാഗ്യം ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവം തന്നെ. അവൻ എനിക്ക് ആ ദൂതിന് നല്ല ഉറപ്പാ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് ആത്മാവ് ഇന്ന് മുതൽ കൃത്യമായി ഇടപെടുകയാണ്. ആത്മാവിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അതെല്ലാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള ഭാഗ്യം സർവശക്തൻ ഒരുക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിനകത്ത് വളരെ വാക്യമുണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു.
ആമേൻ. രാജീവേ, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം നമ്മെ സന്തോഷിപ്പിക്കൂ. ദിലു, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം നമ്മെ സന്തോഷിപ്പിക്കൂ. ജിജോയെ, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം നമ്മെ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. 6 അടി പൊക്കമുണ്ടെന്ന് വിചാരിച്ചു. ആർക്ക്? ആമേൻ. ഹല്ലേലൂയ. യോനയ്ക്ക് ഒരു ഉദാഹരണമാ. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് രാവണക്ക് 6 അടി പൊക്കത്തിന് മേളിൽ വളർന്നു കയറുവോ? പറ. മനുഷ്യൻ അസാധ്യമെങ്കിലും നിനക്ക് വേണ്ടി എവിടെ മുള പൊട്ടിക്കണമെന്ന് ദൈവത്തിനറിയാം. നിനക്ക് വേണ്ടി എവിടെ നീരൊഴുക്കുണ്ടാക്കണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ ആത്മ പറയുന്നു, പണ്ടേയുള്ളത് നീ ഓർക്കണ്ട, ഇപ്പോഴുള്ളത് നിരൂപിക്കാൻ വേണ്ടി ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. അവൻ അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കപ്പെടും. അവനെല്ലാവരും മരുഭൂമിക്കകത്തൂടെ ഞാൻ നിനക്ക് വേണ്ടി ചില അവനെല്ലാവരും നദികളെ തുറന്നുവിടും. ഒറ്റ രാത്രി കൊണ്ട് ഭക്തൻ അറിയത്തില്ല ഈ ചൂടിനകത്ത് എങ്ങനെ നിൽക്കും. സ്റ്റിലു, ഹല്ലേലൂയ. ആരുടെ വാക്ക് കേട്ടാ ബിനോയ് ഷാ ഇറങ്ങിയത്? സർവശക്തനായ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയത്. നിനവേ ചെന്ന് ദൂത് പറയണമെന്ന് പറഞ്ഞ് വിട്ടതാ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആരുമില്ല ആമേൻ ഫുഡ് കൊടുക്കാൻ, അക്കോമഡേഷൻ ചെയ്യാനും. ഉണ്ടോ? നിനവേ പോകാത്തതിന്റെ കാരണം കൂടെ ഉണ്ട് കേട്ടോ സരിതേ. നിനവേ പോകാത്തതിന്റെ കാരണം ക്രൂരന്മാർ അവിടുത്തെ ആളുകളാണ്. മനുഷ്യനെ പച്ച അവനെ ശരീരത്തോടു കൂടെ അവനല്ലേലൂയ കൊല്ലാക്കൊല്ല ചെയ്യുന്നവരാ. സാധാരണ അങ്ങനെ ആരും പോകത്തില്ല അവിടെയോട്ട്. പക്ഷെ ഒരുവൻ നിയോഗം വീണപ്പോൾ പോകാൻ മടിച്ചവനെ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം തന്നെ വഴിയുണ്ടാക്കി എവിടെ കൊണ്ടുപോയി? നിനവേ പട്ടണത്തിൽ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? നിനവേ പട്ടണത്തിൽ കൊണ്ടുപോയി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഒരുവനെ കുറിച്ച് ഒരു ദൈവിക ദൗത്യം ഒരുത്തന്റെ തലമേൽ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെ എന്ത് ചെയ്യും? അവൻ അവിടെ കൊണ്ടുവന്നിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സംഭവിച്ചത് എന്താ? അവിടെ ബാക്കി വിട്ടേക്കാം. ഈ ദൈവദാസൻ അവിടെ ചെന്നു. ആമേൻ. 1,00,000 ചെല്ലുവാൻ ആളുകളോട് ദൂത് പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും. അപ്പം അദ്ദേഹം ഭയങ്കര ചൂട് നിമിത്തം വല്ലാതെ പ്രശ്നം അനുഭവിക്കുകയാണ്. അന്ന് രാത്രിയിൽ ദൈവം ഒരു ആവണക്കിനെ മുളപ്പിച്ച് കയറ്റി. കേട്ടോ മോളെ? എന്തിനാണ്? ഒറ്റ രാത്രി കൊണ്ട് ദൈവം ആവണക്കിനെ മുളപ്പിച്ച് കയറ്റി. ആമേൻ. ഹല്ലേലൂയ. അവൻ അധ്വാനിക്കാത്ത, അവൻ കുഴിച്ചു വെക്കാത്ത, അവൻ വെള്ളം ഒഴിക്കാത്ത, അവൻ നടാത്ത ഒന്ന് അന്ന് രാത്രി അവിടെ രൂപപ്പെട്ടു വന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തനാണെന്ന ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹം ചിന്തിച്ച് താമസിക്കാൻ എവിടെങ്കിലും ഒരു നല്ല വീട് കിട്ടുമോ? മനസ്സിലായി? ആരെങ്കിലും ഉണ്ടോ ഒന്ന് ആമേൻ ഹല്ലേലൂയ നമ്മളെ സ്വീകരിക്കാനായിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. ഉണ്ടോ സുജാതെ? ഇല്ല. സ്തോത്രം. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഭക്തർ വേണ്ടുന്നത്, പ്രവാചകന് വേണ്ടുന്നതെല്ലാം ദൈവം അവിടെ കരുതി. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടട്ടെ. ഒറ്റ രാത്രി കൊണ്ട് വളർന്നു കയറിയതിനെ ദൈവം തന്നെ കുത്തിക്കളഞ്ഞു. അല്ലേ? എന്തിനെ വിട്ട് കുത്തിക്കളഞ്ഞു? പുഴുവിനെ വിട്ട് കുത്തിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനൊരു വല്ലാത്ത വേദന. ദൈവമേ, ഹല്ലേലൂയ, ഈ ആവണക്കിനെ നീ എനിക്ക് വേണ്ടി മുളപ്പിച്ചു, അത് നീ തന്നെ കുത്തിക്കളഞ്ഞു. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ അധ്വാനിക്കാത്ത, നീ കുഴിച്ചു വെക്കാത്ത, നീ സംരക്ഷിക്കാത്ത ഒരു ആവണക്ക് ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു കയറി വന്ന് കുത്തിക്കളഞ്ഞു പോയപ്പോൾ നിനക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ, ഈ 1,00,000 ചെല്ലുവാൻ ആളുകൾ ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോ ഭാവം തോന്നണ്ടേ? ആമേൻ. നിന്റെ വായെ ഞാൻ ഈ ജനത്തിന്റെ ശബ്ദമാക്കി മാറ്റിയത് എൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. സ്തോത്രം. എപ്പോഴാ ഉയർന്നെന്നറിയാമോ? ദിലു? ആമേൻ. ശമൂവേലിന്റെ പുസ്തകം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. 2-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. ഒത്തിരി വേദന ഒരു ആൻറ്റി. ആമേൻ ഹല്ലേലൂയ ഒരു വീട്ടിനകത്തുണ്ട്. ആരാ ആൻറ്റി? ശിവസ് ആൻറ്റി ഏതാ? ആ ഹന്ന ആൻറ്റി. ആമേൻ ഹല്ലേലൂയ. നിന്റെ കാര്യമില്ല. ആ ഹന്ന ആൻറ്റി എന്തെന്നറിയാമോ? ആമേൻ. 10 മക്കളുള്ള പെണ്ണിനെന്നും കുത്താം. ചിലർ ജീവിതത്തിൽ കുത്താനുള്ളത് നല്ലതല്ലേ ശാന്തമാറ്റി? സ്തോത്രം പറ. സ്തോത്രം. എന്നല്ല പ്രാർത്ഥന മുറുകത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ കുത്തിയ സമയത്ത് ആ മേഖലയിലുയ ഈ പുള്ളിക്കാരത്തി പ്രാർത്ഥനയുടെ അളവ് കൂട്ടി. എന്ത് കൂട്ടി? അന്ന് കൂട്ടിക്ക് പ്രാർത്ഥനയുടെ അളവ് കൂട്ടിക്കണം കേട്ടോ. പ്രാർത്ഥനയുടെ അളവ് കൂട്ടിയപ്പോൾ ആലയത്തിൽ ചെന്നു.
ദൈവത്തിൻ്റെ ദാസൻ അവളോടൊരു ദൂത് പറഞ്ഞു, നെഗറ്റീവ് വിട്ടേര്. അവൾ മടങ്ങി വന്നു, ദൈവസന്നിധിയിൽ തിരിച്ചു വന്നു. കൃത്യം 1 വർഷമായപ്പോൾ ആമേൻ അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവൾ തന്നെ സാക്ഷീകരിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ആമേൻ. മച്ചി എത്ര പ്രസവിക്കും എന്ന് പറയുന്നേ? പറഞ്ഞു. മച്ചി എത്ര പ്രസവിക്കും? ഉറക്കെ പറ. ആരാ പറഞ്ഞേ? അങ്ങനെ വേണം പറയാനായിട്ട്. ആരാ പറഞ്ഞേ? മച്ചിയായവൾ പറയുകയാണ് എത്ര പ്രസവിക്കും? 7 പ്രസവിക്കും. അപ്പോൾ ആ സഹോദരിക്ക് നല്ല സാക്ഷ്യം പറയാനായിട്ടുണ്ട് അല്ലേ? ആമേൻ. അപ്പോൾ ആമേൻ ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഭാഗം കൊണ്ട് ഞാനത് കൊണ്ടുവരട്ടെ. ഇവരുടെ വീട്ടിലൊരു കൊച്ചിൻ്റെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് വിടാൻ പോവുക. അന്ന് രാത്രി ഒരു ഫംഗ്ഷൻ നടക്കുക. ഹലോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഒരു നല്ല സന്തോഷത്തോടെ സ്വതന്ത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ഉണ്ട്. അപ്പോൾ ആലയത്തിലേക്ക് വിടാൻ പോവുകയാണ്. അല്ലെ, കുഞ്ഞുണ്ടായ സമയത്തുള്ള സന്തോഷമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഒരു ആമേൻ സമ്മാനമൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത്. ആര്? ഹന്ന. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഒരു നല്ല സമ്മാനം എല്ലാം പാക്ക് ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ഒരു ഫംഗ്ഷൻ ഇങ്ങനെ വെച്ച സമയത്ത് ആമേൻ ഈ സഹോദരി എന്തെന്നറിയാമോ? ആമേൻ പെനീനെ വിളിച്ചു. ആൻറ്റി ഇങ്ങോട്ടൊന്ന് വരാമോ? ആൻറ്റി ആ സ്റ്റേജിലോട്ട് കയറി ചെന്നപ്പോൾ ഈ പെനീനയ്ക്ക് ഹന്ന എന്തെന്നറിയാമോ? ഈ ഗിഫ്റ്റ് എടുത്ത് പെനീനയുടെ കയ്യിലോട്ട് കൊടുത്ത്, ഒന്ന് മേടിക്കും അങ്ങനെ കൊടുത്തേ. മേടിച്ചോ? ആര് വാങ്ങിച്ചു? എന്നിട്ട് അമ്മേൻ്റെ പെനീനയുടെ മുഖത്തോട്ട് ഹന്ന ഇങ്ങനെ നോക്കുക. സ്തോത്രം. രൂക്ഷഭാവത്തോടെയല്ല, വൈരാഗ്യഭാവത്തോടെയല്ല, സ്നേഹത്തോടെ നോക്കിയിട്ട് പറയുക, ആൻറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ശമൂവേലിനെ കിട്ടിയത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആൻറ്റി കുത്താനുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയെന്ന് മുറുക്കി. സ്തോത്രം. ചിലരെ ദൈവം നമുക്ക് വേണ്ടി കുത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അല്ലെങ്കിൽ പരാതിയില്ലാതെ പരിഭവമില്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നറിയാവോ? ഇത്രയും വിലപ്പെട്ട ഒരു ശമൂവേലിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം താമസിച്ചത്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ആമേൻ. ഹന്ന പറയുകയാണ്, അവൻ എൻ്റെ കൊമ്പിനെ ആമേൻ ഉയർത്തുന്ന ദൈവമാണ്. എവിടെയാ ഉയർത്തിയത്? ശത്രുക്കളുടെ നടുവിൽ എൻ്റെ കൊമ്പിനെ ദൈവം ഉയർത്തി. സ്തോത്രം. ഒരാമയും പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് ഒരാമയും പറഞ്ഞേ. ആമേൻ. ശത്രുക്കളുടെ നടുവിൽ ദൈവം നമ്മുടെ കൊമ്പിനെ ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിശ്വസിച്ച് ആ ദൂത് ദൈവസഭയിലെ ദൈവജനത്തിന് കൈമാറുന്നു. ശത്രുക്കളുടെ നടുവിൽ ദൈവം നമ്മുടെ കൊമ്പിനെ ഉയർത്തുന്ന ദിവസമാണ്.